അമ്മണി, ഈ തിരക്കിനിടെ നീ എന്തിനാ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ചേച്ചി ഇവിടെ തനിച്ച് കിടന്ന് കഷ്ടപ്പെടുവെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ കെട്ടിയാനുണ്ടോ അവിടെ? ഓ ഉണ്ട്, കൂട്ടുകാരനായിട്ട് ഓണം കൂടുന്നു. വിശാല് വന്നില്ലേ? ആ, കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, എത്താറായെന്നാ പറഞ്ഞത്. ആ, എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യണ്ട സരസമ്മ ചേച്ചി. വൃത്തിക്കാരന്റെ സ്വഭാവം അറിയാലോ. ഇവൻ ആരുടെ കിട്ടിയോ എന്തോ ഈ വൃത്തിശീലം, പിടിവാശി വേറെ. നല്ലൊരു നാളായിട്ട് ആരാ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിട്ടത്? കേട്ടിട്ട് ചേച്ചിക്ക് മനസ്സിലായില്ലേ ഇത് നാടോടി പിള്ളേരാന്ന്? അവർക്കെന്തോണം. ആ ചാക്കൊക്കെ അവിടെ ഇട്ടിട്ട് അപ്പുറത്തുനിന്ന് കൈ കെട്ടിട്ട് വാ, ചോറ് തരാം. അത് വേണോ? വിശാലിപ്പ ഇങ്ങെത്തും. അതിനെന്താ? തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് വിശക്കുന്നെന്നും പറഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നവരെ, അതും ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടാ നമുക്ക് എന്തോണം? അല്ലേലും ചേച്ചിക്ക് കൊണ്ടേ മഹാബലി മനസ്സാണല്ലോ. ദിവസം മുമ്പ് എത്തണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. IT ഫീൽഡിന്റെ പ്രോബ്ലംസ് ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ഇപ്പോഴെങ്കിലും എത്തിയത് ഭാഗ്യം. ഓ, പിന്നെ ഇയാള് മാത്രമേ ഉള്ളല്ലോ വലിയ ഉദ്യോഗസ്ഥൻ. ധാരാ മക്കളെ, ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള വിനോദ്. ഓ, പാലക്കാട്ടുള്ളേ. ആ, മോനെന്താ ഓണമായിട്ട് വീട്ടിൽ പോകാഞ്ഞേ? ഞങ്ങള് വലിയൊരു പ്രോജക്റ്റിലാണ് അമ്മേ. നാട്ടിൽ പോയിട്ട് വരാൻ ടൈമില്ലമ്മേ. എന്നാ കുളിച്ചിട്ടോ അമ്മ ഊണ് വിളമ്പ. കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞ. നിന്നെ കണ്ട സന്തോഷോ? നീ ഭാഗ്യവാനാടാ. 2 കൊല്ലമായിട്ട് അമ്മയില്ലാത്ത ഓണമാണ് എനിക്ക്. അതുകൊണ്ടൊക്കെ കൂടിയ ഓണത്തിന് ഞാൻ നാട്ടിൽ പോകാത്തത്. ഇതെന്താ? പാവത്തുങ്ങള് വിശന്ന് വരഞ്ഞു വന്നതല്ലേ മക്കളെ. ഓണമായിട്ട് വെറുതെ പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ. നീ എന്തുവാടാ ഈ കാട്ടുന്നത്? നല്ലൊരു ദിവസമായിട്ട് വിശന്ന് വന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി അന്നം കൊടുത്തേനാണോ നീ ഇങ്ങനെ കാടിച്ചു കയറാൻ നിൽക്കുന്നത്? കൊച്ചുങ്ങളോ? എവിടുത്തെ കൊച്ചുങ്ങള്? അമ്മയുടെ പലതവണ പറഞ്ഞിട്ടുണ്ട് കണ്ണി കണ്ടവരടുത്ത് ഇങ്ങനെ സെന്റി അടിച്ച് പണി മേടിച്ചു കൂട്ടണമെന്ന്. എന്ത് പണി? കഴിച്ചു കഴിഞ്ഞാൽ അവരവരെ വഴിക്ക് വെക്കോളും. നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഈ വിനോദിന്റെ അമ്മ മരിച്ച എങ്ങനെയാണെന്നറിയോ? പകൽ പിച്ചയ്ക്കെന്നും പറഞ്ഞ സ്ഥലവും സാഹചര്യം നോക്കി വെച്ചിട്ട് രാത്രി മോട്ടിക്കാൻ വന്ന കള്ളന്മാർ അടിയേറ്റാ അമ്മ മരിച്ചത്. ഫോൺ നോക്കത്തില്ല, പത്രവും വായിക്കത്തില്ല. ഈ നാട്ടിൽ നടക്കുന്ന ന്യൂസ് ഒന്നും അറിയാത്തോണ്ടാ അമ്മ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കുന്നത്. ഏതായാലും വിളിച്ചിരുത്തി പോയി. കഴിച്ചു കഴിയുമ്പോൾ ഞാൻ അവരെ പറഞ്ഞു വിട്ടോളാം. അയ്യോ വേണ്ട, മാമൂട്ട് കഴിഞ്ഞ് ഉച്ചമയക്കത്തിനുള്ള മെത്തോടി വിരിച്ചു കൊടുക്ക്. ഒന്ന് മതിയാക്കടാ. നല്ലൊരു ദിവസമായിട്ട് കൊച്ചുങ്ങൾക്ക് ഇത്തിരി വിശപ്പിന് ആഹാരം കൊടുത്താന്ന് ഇയാൾക്ക് വലിയ തെറ്റായി പോയത്. അതീ മുറ്റത്തോ വരാന്തയിലോ വെച്ച് ആവാരുന്നില്ലേ? മനം മറിക്കുന്നു അതിന്റെയൊക്കെ കോലം കണ്ടിട്ട്. വിശാൽ, എടാ നീ അത് കണ്ടില്ലേ? മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് ഇറക്കി വിടുന്നുണ്ടോ രണ്ടിനെ വേഗം? ഇല്ല, കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ പറഞ്ഞു വിടൂ. ആഹാ, അങ്ങനാണോ? എനിക്ക് വിശാൽ വേണ്ട, വേണ്ടാന്ന്. പറയുന്ന കേക്കടാ.
ഓ കുഞ്ഞുങ്ങള് പാവം കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേടാ. നീ എന്താ കാട്ടുന്നേ? അയ്യോ അമ്മ. കണ്ട കള്ള പരിശീലനൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. പലവരും വന്ന് രാത്രി കൊന്നിട്ടിട്ട് പോയാൽ എന്തായും? ഇതിന് നല്ലത് അതാടാ. അത്രയ്ക്ക് ബാധകമാണ് നീ ചെയ്തത്. തിന്നുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ അവൻ തല്ലി ഓടിച്ചടി അമ്മടെ. ചേച്ചിയോട് ഞാൻ അപ്പഴാ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഓ, പ്രശ്നമൊന്നും ഇല്ല ചേച്ചി. നല്ലൊരു ഓണമായിട്ട് അടിയൊക്കെ നിർത്തിയിട്ട് എല്ലാരും പോയി ഊണ് കഴിക്കും. എനിക്ക് ഇനി ഇറങ്ങത്തില്ല ബാബു. അത്രയ്ക്ക് കൊടുമയാ അവൻ ചെയ്തത്. ഇനി ഒറ്റ നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. എന്റെ ദൈവമേ, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ ഇവിടെ. ചേച്ചി ഇത് എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വാ. വിളിച്ചോണ്ട് പോ. ഇങ്ങോട്ട് വാ ചേച്ചി. എന്ത് കഷ്ടമെന്ന് പറ. ഓ, ഇത് എന്തൊരു ചെറുക്കൻ. വല്ലാത്തൊരു സ്വഭാവം തന്നെ. എൻ്റെ പൊന്നേ. ഓ, അവന്റെ ഒരു ഒടുക്കത്തെ വൃത്തി. എന്നിട്ട് വീട് കിടക്കുന്ന വൃത്ത കോലം. എന്തുവാടേ ഇതൊക്കെ? ആണ്ട് 365 ദിവസം കാത്തിരുന്നിരുന്നൊരു ഓണം. അന്നെങ്കിൽ തനിക്കോണം കാണിക്കായിരുന്നൂടെ? ഇയാളാരാ? താൻ തന്റെ പണി നോക്കണോ? മോനെ, അതെന്റെ കൂട്ടുകാരനല്ലേടാ മോനെ. കൂട്ടുകാരെ വിളിച്ചോണ്ട് പൊക്കോണം. എടാ, നിനക്ക് 5 വയസ്സുള്ളപ്പോ ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നതാ. എന്റെ സ്വന്തം മോനെ പോലെ അതിനിപ്പോ എന്താ വേണം? ഓ, ഒന്നും വേണ്ട. വേണ്ടായേ. നാട്ടിലെ വെള്ളം അടിക്കാത്ത നല്ല കുഞ്ഞെന്നാ പേര്. കയ്യിലിരിപ്പിതു. വല്ലപ്പഴി ശകലം കഴിക്കാത്ത ഒന്നിനെയും വിശ്വസിക്കരുത്. അങ്ങനെയുള്ളവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകത്തില്ല. അത് കറക്റ്റാ. വാ, അതങ്ങ് തീർക്കാം. ഇല്ല, ഇന്നിനി ഞാനില്ല. ഉള്ള മൂട് പോയി. അമ്മിണി, നീ എന്നെ ഒന്നും പറയല്ലേ. ഇതൊന്നും കാണാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ ഒരു ചെറുത് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഓണം കൂടാൻ വേണ്ടി മാത്രമല്ല, വേറെ വലിയൊരു കാര്യം കൂടി മനസ്സിൽ വെച്ചോണ്ടാ. ജെന്റിൽമാനായ വിശാലിനെ കൊണ്ട് എൻ്റെ സഹോദരിയെ വിവാഹം കഴിപ്പിക്കാനുള്ള ആലോചനയ്ക്ക്. അവൾക്കും ഞങ്ങളുടെ അച്ഛനും അത്രയ്ക്ക് വലിയ കാര്യമാണ് നിന്നെ. അതിനേക്കാൾ എനിക്കും. അതൊക്കെയാ നീ ഇപ്പൊ ഇവിടെ തകർത്തത്. എന്തൊരു പേരടാ ഫീൽഡിൽ നിനക്ക്. നീയാണോടെ ഇത്ര ബാലിശമായിട്ട്? ഗുണകരമല്ലാത്ത നിന്റെ ഈ ശീലങ്ങളും പിടിവാശികളും ഒക്കെ ഇനിയെങ്കിലും മാറ്റാൻ നോക്ക്. സാരമില്ല, മനുഷ്യരാകുമ്പോൾ ചില നേരത്ത് അറിയാതെ പലതും സംഭവിച്ചു. നീ എഴുന്നേറ്റ് നമ്മെ വിളിക്കും, ഞാനും വരാം. എഴുന്നേക്കടാ, വായിക്കോട്ട്. എൻ്റെ പൊന്നി ചേച്ചി, ആ വൃത്തിരാക്ഷസന്റെ സ്വഭാവം ചേച്ചിക്ക് നല്ലവണ്ണം അറിയാലോ. എന്നിട്ടാണ് ഈ ദിവസം ഇങ്ങനെയൊക്കെ. വല്ല ചില്ലറയും കൊടുത്ത് ആ കുട്ടികളെ പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? അവനെ ഓർത്തിട്ടാ, അവന്റെ കുട്ടിക്കാലം ഓർത്തിട്ടാ ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ച് ചോറ് കൊടുത്തത്. 10-30 വർഷം മുമ്പ് കൈക്കുഞ്ഞുമായി കുടിക്കാൻ ഇച്ചിരി വെള്ളം ചോദിച്ചു. ഒരു സ്ത്രീ വീട്ടിലേക്ക് കടന്നു വന്ന് അകത്ത് കയറി വെള്ളം എടുത്തോണ്ട് വന്നപ്പോ കുഞ്ഞു മാത്രം അവിടെ. ആ സ്ത്രീ അവിടെ അങ്ങും നോക്കിയിട്ട് കാണാനില്ല. മക്കളില്ലാത്ത നമുക്ക് ദൈവം തന്നതാണ് ഈ കുഞ്ഞെന്നെൻ്റെ കെട്ടിയവൻ പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യമായി. ഇന്നത്തെ നിയമങ്ങളൊന്നും അന്നില്ലല്ലോ. ആ കുഞ്ഞ അമ്മണി ഇവൻ. പൊന്നുപോലെ ഞങ്ങൾ അവനെ വളർത്തിയത്. എന്റെ കെട്ടിയവൻ മരിച്ച പിന്നെ അവനല്ലാതെ ഒരു ലോകം എനിക്കില്ലായിരുന്നു. അതുമാതിരിയുള്ള കുട്ടികളെ കണ്ട് ഞാൻ ആകെ തളരും. അറിയാതെ അവന്റെ കുട്ടിക്കാലം ഓർത്തു പോകും.
ഇന്നും അതാ സംഭവിച്ചത്. വിശാല മനസ്സുള്ള ഒരു മകനെയാണ് ആ അമ്മ ആഗ്രഹിച്ചത്. അതുകൊണ്ടായിരിക്കാം നിനക്കവര് വിശാൽ എന്ന് പേരിട്ടത്. നിന്റെ ജീവിതത്തിൽ ആ പേരിന്റെ അർത്ഥം കാട്ടാൻ പറ്റിയ ശരിക്കുള്ള സമയം ഇതാണ്. ഇതുപോലൊരവസ്ഥ നേരിടാൻ മനുഷ്യനായി പിറന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും പറയുക, ഈ അവസരത്തിൽ നീ മറ്റൊന്നും ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. ഇങ്ങനൊരു കാര്യം നീയും ഞാനും അറിഞ്ഞതേയില്ല. നീ വാ, ബാക്കിയെല്ലാം നമുക്ക് നേരെയാക്കാം. നീ ഒന്നോർക്ക്, എവിടെയെങ്കിലും കിടന്ന് നശിച്ചു പോകേണ്ടിരുന്ന നിന്നെ പൊന്നുപോലെ വളർത്തി ഈ പരുവത്തിലാക്കിയ ആ അമ്മയോട് തിരിച്ചൊരു സ്നേഹമില്ലേടാ? അതുണ്ടെങ്കിൽ വാ, നമുക്ക് പരിഹരിക്കാം. എന്തിനും നിന്റെ കൂടെ ഞാനുണ്ട്. ചേച്ചി, മണി 3 കഴിഞ്ഞ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ പട്ടിണി കിടക്കാൻ പാടില്ല. പാവം ആ ചെറുക്കൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നിയാ എനിക്ക്. കുഞ്ഞിലെ തൊട്ട് അവന്റെ നിർബന്ധവും പിടിവാശിയും ഒക്കെ കണ്ടു മടുത്ത് ഞാൻ. ഇന്നെന്തോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ആ സത്യം തുറന്നു പറഞ്ഞത്. മറ്റാരും ഇതറിയരുത്. ഞങ്ങളെ അത് അങ്ങോട്ട് പറയായിരുന്നയാ. ചേച്ചി പേടിക്കണ്ട, ഞങ്ങളുടെ കൂടപ്പുറപ്പിനെ പോലാ ചേച്ചി. വാ, എഴുന്നേൽക്ക്, നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം. വാ, അങ്ങോട്ട് പോവാ. മനുഷ്യര് വിചാരിച്ചാ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല ഈ ലോകത്ത്. നിങ്ങൾ ധൈര്യമായിട്ട് വാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്നെ കൂടാതെ 2 ഗസ്റ്റ് ഉണ്ട്. അകത്തോട്ടു. നിങ്ങളെന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഓ, വല്ലാത്ത നിശബ്ദത. നീ ഒന്നോർക്ക്, എവിടെയെങ്കിലും കിടന്ന് നശിച്ചു പോകേണ്ടിരുന്ന നിന്നെ പൊന്നുപോലെ വളർത്തി ഈ പരുവത്തിലാക്കിയ ആ അമ്മയോട് തിരിച്ചൊരു സ്നേഹമില്ലേടാ? എന്റെ മഹാബലി തമ്പുരാനെ, നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക? ദേ ഇവിടെയാണ് ശരിക്കുള്ള ഹാപ്പി ആണ്.
നീ എന്താ ഒന്നും മിണ്ടാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാ. മനുഷ്യര് വിചാരിച്ചാ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു ഈ ലോകത്ത്. ആ റൈറ്റ്. മനുഷ്യര് വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല ഈ ലോകത്ത്.